ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചന, കരയാതെ. അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. താൻ കാരണമല്ല ഇതൊന്നും ഉണ്ടായത്. മീരടുത്ത് എന്നെ വിളിച്ചത് കേട്ടില്ലേ? മാൻഡ്രേക്കെന്ന്. എവിടെ ചെന്നാലും അവിടെ എല്ലാം ദുരന്തം മാത്രം വിതയ്ക്കുന്ന മാൻഡ്രേക്ക്. ഞാൻ അങ്ങനെയാണോ സച്ചേട്ടാ? അർച്ചന, പഴികളും ശാപവും മാത്രം കേൾക്കാനായിട്ട് എനിക്ക് എന്തിനാ ഇങ്ങനൊരു ജന്മം? നമുക്കൊരു കാര്യം ചെയ്യാം. താൻ എന്റെ കൂടെ വാ. നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോവാം. എന്തിനാ? ഈ കുഞ്ഞിന്റെ പേരിൽ നെല്ലിശ്ശേരിയിൽ ഞാൻ ഇത് തന്നെയല്ല അനുഭവിച്ചത്. അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഇവിടെ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് പകരം എരിയുന്ന തീയിൽ നിന്നും പറച്ചട്ടിയിലേക്ക് വീഴുന്ന അനുഭവം എനിക്കുണ്ടായത്. ഇത്ര അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നമ്മുടെ കുഞ്ഞിന്റെ മനസ്സുകൊണ്ടുപോലും കൈവിടാൻ എനിക്ക് പറ്റില്ല. എന്റെ കുഞ്ഞിന് സ്ഥാനമില്ലാത്ത ഒരിടത്തേക്ക് ഞാൻ വരൂല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു പോകും? അങ്ങനെ പോയാ എനിക്ക് മനസ്സമാധാനം കിട്ടുമോ? എന്റെ കാര്യം ഓർത്ത് സച്ചേട്ടൻ വിഷമിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ വീടാ. എന്റെ അച്ഛനും അമ്മയും ആങ്ങളെയല്ല എനിക്കൊപ്പം ഇവിടെ ഉള്ളത്. ആ ഒരു ധൈര്യമെങ്കിലും എനിക്കിവിടെ ഉണ്ട്. പിന്നെ സച്ചേട്ടൻ എന്റെ ഒപ്പം ഉണ്ടല്ലോ, എനിക്കത് മതി. എന്തിനാ മോളെ നീ ഇത്ര സഹിക്കുന്നേ? നമ്മുടെ കുഞ്ഞിന് ഒരു ദോഷമില്ലെന്ന് തെളിയിക്കാൻ. അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കും. നിന്നെ മനസ്സിലാക്കാൻ താമസിച്ചന് മാപ്പ്. നിന്നെപ്പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് മാറാം. അതൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചോളാം. ഈ അവസ്ഥയില് നിന്നെ വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിനക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ വേണ്ടി ചോദിക്കല്ല. ഞാനിന്ന് നിന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ.